എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നമ്മളിപ്പോ എവിടെയാണ്? അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു പ്ലോട്ട് എടുത്തു എന്നുള്ളത്. അപ്പൊ മാസങ്ങൾക്ക് ശേഷം കുറെ ആലോചനകൾക്ക് ശേഷം നമ്മളിതാ വീട് പണിയുടെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ ഇന്ന് കുറ്റിയടിയാണ് കേട്ടോ. അപ്പൊ അതിനൊരു ചെറിയ പരിപാടി അത്രേ ഉള്ളൂ. നമുക്കിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അനിയനും അവിടെ നിന്ന് അച്ഛനും അമ്മയും പിന്നെ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ അല്ലേ? അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു പരിപാടിയാണ്. ഹാപ്പിയാണ് നമുക്കിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അപ്പൊ നമ്മുടെ കുറ്റിയടി ബ്ലോഗ് കണ്ടാലോ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്ത് നിന്ന് അത് കുറുക്കഞ്ചേരിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ്. പക്ഷെ ഇറ്റ്സ് സ്വീറ്റ് നൈസ്, വളരെ ശാന്തമായ പ്രദേശത്ത്. അപ്പൊ ഞാൻ പുറത്തുനിന്നാണ് എടുക്കണത്. പക്ഷെ വേറെ ബഹളങ്ങളൊന്നും ഇല്ലാത്ത, ഒട്ടും ശബ്ദം പ്രശ്നമൊന്നും ഇല്ലാത്ത കാളയോ കാറിന്റെ ശബ്ദം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. വരൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കുറ്റിയടി ഫംഗ്ഷൻ ഞാൻ കാണുന്നത്. ആക്ച്വലി ഇതിനെക്കുറിച്ച് അറിയുന്നത് നമ്മൾ വീട് പണിയുടെ ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ്. നമ്മുടെ വീടാണെങ്കിൽ, തൃശ്ശൂരത്തെ വീടാണെങ്കിൽ അച്ഛനും അമ്മയും മേടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് റിനോവേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടും കണ്ടിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ നാട്ടിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ റിലേറ്റീവ്സായിട്ട് അധികം കണക്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊന്നും വരികയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ വീട് പണിയുടെ സ്റ്റാർട്ടിങ് കൂടെ അതിന് വേണ്ടിയിട്ടാണെന്നും കൂടി ആകുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ പ്ലോട്ട് ഞാൻ ഇതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നിറയെ പുല്ലായിരുന്നു. ഞങ്ങൾ കുറേ തവണ ആ പുല്ലൊക്കെ വെട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെയും വളർന്നു വന്നു. ഇത്തവണ നമ്മൾ JCB വെച്ച് ഫുള്ളെടുത്ത് കളഞ്ഞ് കുറേ വേരുകളൊക്കെ ഉണ്ടായിരുന്നു മരത്തിൻ്റെ, അതൊക്കെ ഫുള്ള് പറിച്ച് കളഞ്ഞ് ഇനി ഇത് പ്ലോട്ട് ലെവലാക്കുകയൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഈ മറ്റേ അതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാവും ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ ഒഫീഷ്യലി കുറ്റിയടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടെ ആ കുറ്റിയിലിങ്ങനെ അടിച്ചു. അപ്പോൾ ഇതാ അത്ര ചടങ്ങ് മെയിനായിട്ട് ഒക്കെ പൂജാരി പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളങ്ങനെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ, അമ്മ, എൻ്റെ അമ്മ, ഉണ്ണീനെ ഞാൻ അതിൽ കാണിച്ചിട്ടില്ല, അവൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും ഉണ്ണീനെ കാണിക്കുന്നതായിരിക്കും. അപ്പോഴേക്കും ഞാൻ എൻ്റെ അനിയനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷമായി. ഇതുവരെ ഉണ്ണി ആരും കണ്ടിട്ടില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞങ്ങൾ വിത്ത് ദ കുറ്റി, ഞങ്ങളിങ്ങനെ ഫ്ലെക്സ് ചെയ്യാണ് ഞങ്ങളുടെ കുറ്റി. എനിക്ക് വട്ട, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഓടി നടക്കാൻ ഏട്ടനുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചുമ്മാ ഫോട്ടോ എടുക്കുക. ബേസിക്കലി ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്ത് നടക്കുകയായിരുന്നു. പിന്നെ ഇതാ എൻ്റെ അമ്മ കുറേ നാളിന് ശേഷമല്ലേ നിങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് അമ്മയുടെ യോഗ വീഡിയോ അല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അമ്മ ഇപ്പോഴും അടിപൊളിയായിട്ട് യോഗ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഞാൻ അടുത്തൊരു Q&A വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അമ്മയായിട്ട്. കാരണം അമ്മ ഭയങ്കര അടിപൊളിയാണ്. യോഗയൊക്കെ ഇത്രയും കാലമായിട്ട് നല്ല കൃത്യമായിട്ട് എല്ലാ ദിവസവും അമ്മ രാവിലെയും വൈകിട്ടും ചെയ്യും. ഭയങ്കര മോട്ടിവേഷനാണ്. അമ്മ ഫിസിക്കലിയൊക്കെ നന്നായിട്ട് നോക്കും കേട്ടോ. പിന്നെ വീഡിയോയിൽ വരാൻ ഭയങ്കര ഒരു മടിയൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രം. അത് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അമ്മ എന്തായാലും വരും കേട്ടോ. പിന്നെ നമ്മൾ കല്ല് വെക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിനും മുന്നേ കുറച്ച് മാർക്കിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആർക്കിടെക്റ്റും അതേപോലെ തന്നെ എഞ്ചിനീയറും അതെന്താ വേണ്ടതെന്നുള്ളതൊക്കെ നോക്കി അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാ എന്താന്നുള്ളതൊക്കെ നോക്കി തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് തോന്നുന്നു? പറയൂ. ആങ്ഷ്യസ് ആണ്. ഞാനല്ല കേട്ടോ, ഞാൻ ഫുൾ ഹാപ്പിയാ. അതുപോലെ ഭയങ്കര എക്സ്പെക്ടേഷൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജനുവരി ഈ കൊല്ലം ജനുവരിയിലാണ് നമ്മൾ ആദ്യമായിട്ട് സ്ഥലം കണ്ടു തുടങ്ങുന്നത്. ഓൾമോസ്റ്റ് 1 വർഷം ആവാറായി സ്ഥലം നോക്കി. സ്ഥലം മേടിച്ച് ഏകദേശം ഈ ഒരു പോയിന്റ് വരെ എത്തിയല്ലോ. നമ്മുടെ ബിഗ് ഡ്രീം അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയല്ലോ. അതിന് 1 വർഷം എടുത്തു. ഇനിയിപ്പോ എന്തായാലും പെട്ടെന്ന് തന്നെ ആവും അല്ലേ? ഹോപ്പ്ഫുള്ളി. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കാം. ഓക്കെ. സത്യം പറഞ്ഞാൽ പ്ലോട്ട് മേടിക്കും, വീട് പണിയെന്നുള്ളതൊന്നും നമ്മുടെ നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവും നമ്മൾ വിചാരിച്ചിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഗോവയിൽ തന്നെ ചിലപ്പോൾ സെറ്റിലാവും. എന്നിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും നോക്കും, മേ ബി ഒരു ഫ്ലാറ്റ് മേടിക്കുമായിരിക്കും എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. അതും അങ്ങനെ അധികം ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെക്കുറിച്ച്.
പെട്ടെന്നാണ് നമ്മൾ നാട്ടിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുകയും നാട്ടിലിപ്പോൾ വന്നിട്ട് നമ്മൾ ഏകദേശം 3 വർഷം ആവണു. ഞാനും ഹിമക്കുട്ടിയും നാട്ടിൽ വന്നിട്ട് 3 വർഷം ആവണു. ഏട്ടനിപ്പോൾ 1 വർഷം ഒക്കെ ആവണുള്ളൂ കേട്ടോ നാട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ അങ്ങനെ നാട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് ഓക്കെ എന്നാൽ പിന്നെ സ്ഥലം നോക്കാം, വീട് വയ്ക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലാം നല്ലതിനെന്ന് അറിയില്ലേ. എനിക്ക് ഗോവയിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു സത്യം പറഞ്ഞത്. എങ്ങനെയാവും ഇത്രയും കാലം 7-8 വർഷം ഗോവയിൽ താമസിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതിനെക്കാട്ടും മുന്നേ നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും നാൾ വിട്ട് നിന്നിട്ട് നാട്ടിൽ ഒരു എന്താണെന്ന് അറിയാത്തൊരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ എല്ലാം നല്ലതിനെന്നും അറിയില്ലേ നമ്മൾ. ഈവൻ ദോ പല കാര്യങ്ങളും നമുക്കൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എല്ലാം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഇത്രയും നാളത്തെ ഒരു കംഫർട്ട് വിട്ടിട്ട് മാറി വരുമ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ള ഒരുപാട് ടെൻഷൻസ് ആവലാതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവൻച്വലി എല്ലാം നല്ല രീതിയിൽ തന്നെ ടേൺ ഔട്ട് ചെയ്ത് വരും അല്ലേ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആ ചടങ്ങിന് മുമ്പ് ഒരു കല്ല് വെക്കും കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് പഞ്ചലോഹവും പിന്നെ സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു പൊടി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഇമുവിൻ്റെ മുന്നെപ്പോഴോ കളഞ്ഞു പോയ ഒരു കമ്മലിൻ്റെ ഒരു കുഞ്ഞി ശങ്കിരിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കല്ല് വെക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അച്ഛനും അമ്മയും രാവിലെ തന്നെ എത്തിയിട്ടോ. നാളെ ഇമ്മക്കുട്ടിയുടെ 9ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താണ് അച്ഛനും അമ്മയും വന്നിട്ടുള്ളത്. അപ്പോൾ നാളെ ഇമ്മൂൻ്റെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ടൊരു കേക്ക് കട്ട് ചെയ്യും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമാണ്. ഇമ്മൂൻ്റെ ബർത്ത്ഡേ ടൈമിൽ തന്നെ നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് നാളായി, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഇത്തിരി നീണ്ട് പോയിട്ട് അവസാനം ഈ ഒരു പോയിന്റിലാണ് എത്തിയത്. ഇമ്മുൻ്റെ ബർത്ത്ഡേ ടൈമിൽ തന്നെ എല്ലാം സെറ്റായി എന്നുള്ളതാണ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കല്ല് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്, അത് കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് തിരിക്കാന്നുള്ളത്. ഇമ്മു ആണെങ്കിൽ ആകെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ച് ഒരു പരിവായി. എന്നാലും പിന്നെ കല്ല് വയ്ക്കുന്ന ചടങ്ങാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കല്ല് വെച്ച് അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഹാപ്പി. അപ്പൊ ഈ നമ്മുടെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നമ്മുടെ എഞ്ചിനീയറിനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ അർജുൻ. നമ്മുടെ അർജുനാണ് കേട്ടോ നമ്മുടെ എഞ്ചിനീയർ. അപ്പൊ എന്താ അർജുൻ എന്തെങ്കിലും പറയാണ്ടോ? ഇല്ലാതെ അർജുൻ വളരെ ക്യാമറ ഷൈ ആണ്. പക്ഷെ നമ്മുടെ ഈ വീട് പണി കഴിയുമ്പോഴേക്കും അർജുൻ വളരെ അതെ ശീലായിട്ട് സ്വന്തമായിട്ട് നല്ലൊരു അടിപൊളി ഇൻസ്റ്റാ പേജ് ഉടനെ വരുന്നതായിരിക്കും അല്ലേ അർജുന? ഇപ്പൊ നമുക്ക് അപ്ഡേറ്റ്സിൽ കാണാം അർജുന അല്ലേ? കാണിക്കും. നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ. അവിടെ മരമൊന്നും ഇല്ലല്ലോ. ഇനി എല്ലാം നട്ടിട്ട് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. അതാണ് ഞാൻ പറയാൻ വന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഊണ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു സീ ഫുഡ് പ്ലാറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കുറേ മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതെൻ്റെ എഡിറ്റർ പയ്യനാണ് കേട്ടോ. അപ്പോൾ അവനാണ് എൻ്റെ അസ്വി മലയാളത്തിലെ ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യണത്. അത് കഴിഞ്ഞാൽ ഞാൻ വന്ന് അങ്ങനെ ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ചധികം ഷൂട്ട് ചെയ്യാണ്ട് ബ്രാൻഡിൻ്റെ ഒരു കൊളാബ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, ഉണർവ് വന്നു. അപ്പോൾ ഇനി നമുക്കൊരു 5-6 ഔട്ട്ഫിറ്റിൻ്റെ ഷൂട്ടൊക്കെ ഉണ്ട്. ഇത് ഔട്ട്ഡോറാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യണേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി വീടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളിങ്ങനത്തെ നല്ല രസമുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുക. അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഫ്രീ ആയത്. ഇന്ന് എനിക്ക് 5-6 ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആയിരുന്നു 3 ഔട്ട്ഫിറ്റിൻ്റെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും മേക്കപ്പ് ചെയ്തതല്ലേ, വേസ്റ്റ് ആക്കണ്ടല്ലോ, ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തതല്ലേ, അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ ഞാനൊരു 2-3 ഔട്ട്ഫിറ്റും കൂടി ഇട്ടിട്ട് അങ്ങനെ റീലും കൂടി എടുത്തു കേട്ടോ. സാധാരണ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല, ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ രാത്രി ഒരു 7 മണി വരെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ഒരു 10-15 ഷോർട്സ് എടുത്തു വെക്കും. എന്നിട്ട് പിന്നീടുള്ള ദിവസം അത് എഡിറ്റ് ചെയ്തിടലാണ് പതിവ്. അതല്ലാണ്ട് ഓരോ ദിവസവും ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് വീഡിയോ അങ്ങനെ നമുക്ക് നടക്കുകയില്ല. പണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും എനിക്ക് ഷൂട്ട് ഉണ്ടാവാറുണ്ട്. ഗോവയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒറ്റ ദിവസം അടുപ്പിച്ച് അങ്ങനെ ചെയ്യാൻ വല്ലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് വീഡിയോഗ്രാഫറിനൊക്കെ വിളിക്കുന്ന സമയത്ത്. കാരണം നല്ല പേയ്മെന്റ് കൊടുത്തിട്ടല്ലേ നമ്മൾ വീഡിയോഗ്രാഫറിനെ വിളിക്കണേ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കുറേ ഷൂട്ട് ചെയ്യും. അത് കൂടാണ്ട് ഡെയിലി കുറേ ഷൂട്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസിന് എണ്ണം കുറച്ചിട്ടുണ്ട്. ഞാൻ ലോങ് ഫോർമാറ്റ് അധികം ഇടുന്നില്ല. പക്ഷെ ഷോർട്സ് അതിന് വേണ്ടിയിട്ട് മുന്നത്തെക്കാട്ട് ഇരട്ടി. മുന്നേ അത്ര ഷോർട്സിന്റെ ആവശ്യം വരുന്നില്ല, റീൽസിന്റെ ആവശ്യമല്ലേ ഉള്ളൂ, അത് കുറച്ചല്ലേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഷോർട്സ് ഉണ്ട്. ഒരു മാസം എങ്ങനെ പോയാലും ഞാൻ 40 ഷോർട്സ് ഒരു ചാനൽ നമ്മുടെ അസ്വി മലയാളത്തിൽ ഇടുന്നുണ്ട്. ഇത് എൻ്റെ സ്വന്തം മുടിയല്ല കേട്ടോ, ഇടയിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അതാന്ന് തോന്നണ്ട വെച്ചിട്ട് ഇങ്ങനെ ചേച്ചിക്ക് ഇത്ര ഉള്ളു വന്നോന്ന് തോന്നരുതില്ല. ഇതാ കണ്ട കറക്റ്റ് അറിയണില്ലേ? ഇത് ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയതാ. അത്
കുഴപ്പമില്ല, ഇത് ഇനി അധികം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ലോണം ജട പിടിച്ചു, അത് ശരിയാക്കി എടുക്കണം. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ എനിക്ക് അങ്ങനെ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യൽ നടക്കണ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് പോണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണിയുടെ സ്റ്റാർട്ടിങ് ആയി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ് ഒരു വികാരമായിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അത്യാവശ്യം ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നതും അങ്ങനെ അതൊക്കെ ആളായതുകൊണ്ട് അതിൻ്റെ ടെൻഷനുണ്ട്. ഞാൻ പിന്നെ കുറച്ചുകൂടി വരുന്ന പോലെ വരട്ടെ അങ്ങനെ ആലോചിക്കുന്ന ആളാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എനിക്കാണ് ഏറ്റവും അധികം ആഗ്രഹം ഉണ്ടായത്. എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏട്ടൻ ഇത്ര എഫേർട്ട് എടുക്കുന്നത്. എനിക്ക് വീടായിട്ട് തന്നെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏട്ടന് ഫ്ലാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഒരു മെന്റാലിറ്റി. എൻ്റെ നിർബന്ധം എനിക്ക് വീടായിട്ട് തന്നെ വേണം, അതും നമുക്ക് പണി തന്നെ വേണം. നമ്മൾ കുറേ നോക്കി കേട്ടോ മേടിക്കാം എന്നുള്ള രീതിയിൽ. ഏട്ടൻ പറഞ്ഞില്ലേ രാവിലെ ജാനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്തതാന്നുള്ളത്. അതിനെക്കാട്ടും മുന്നേ അതെ, ആ സമയത്ത് തന്നെ നമ്മൾ സ്ഥലം നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഓൾഡ് സ്കൂളാണ് ഈ കാര്യത്തിൽ. നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും തീരുമാനിക്കില്ല. എസ്പെഷ്യലി പൈസ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുറേ ആലോചിച്ച് അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ആലോചിച്ച് അങ്ങനെ നമ്മളിങ്ങനെ പറയില്ല, ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയില്ലേ, അങ്ങനത്തെ ആളുകൾ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് പക്ഷെ നമ്മളതിനെക്കാട്ടും കൂടുതൽ ഏട്ടൻ അങ്ങനെയാണ്. ഞാൻ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പോകണു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വീട് വേണം എന്നുള്ളത്. അത് ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ചെറുപ്പം മുതലേ പല പല വീട്ടിൽ താമസിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ബാങ്കിലായതുകൊണ്ട് അമ്മ ഒരു 10-15 അടുത്ത് വീടുകൾ മാറി അങ്ങനെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ഞാൻ ഗോവയിൽ ഒരു ക്വാർട്ടേഴ്സും പിന്നെ ഒരു ഫ്ലാറ്റും ബാംഗ്ലൂർ ഇരുന്നിരുന്നപ്പോൾ 2 വീട്, അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനൊരു 17-18 വീടുകളിൽ താമസിച്ചിട്ടുണ്ട് എൻ്റെ ഇത്രയും നാളത്തെ ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് സെറ്റിൽ ആവാന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. കുറച്ചധികം കാലം ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയില്ലേ, അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൊതി. അതിപ്പോൾ സ്കൂളിൻ്റെ കാര്യം എടുത്താൽ തന്നെ കുറേ പേര് പറയില്ലേ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഒരേ സ്കൂളിലാണ് പഠിച്ചതെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര കൊതിയാവും. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പോൾ ഏട്ടൻ പറയും ഒരു 1ാം ക്ലാസ് മുതൽ ഇങ്ങനെ ഫ്രണ്ട്സ് 12ാം ക്ലാസ് വരെ ഒരേ ഫ്രണ്ട്സ്, അവർ തന്നെ കോളേജിലും ഒരുമിച്ച്. അപ്പോൾ ഞാൻ എന്തൊരു ഭാഗ്യം അത്. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് മിസ്സായി പോയി എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അത്. അപ്പം എല്ലാം ഒന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, പക്ഷെ ഇത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണല്ലോ. ഞാൻ ഈ അടുത്തൊരു കമൻറ്റും കണ്ടിരുന്നു കേട്ടോ, നിങ്ങളെന്താ വീട് വെക്കാത്ത, കാർ മേടിക്കാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എന്താ അങ്ങനെ ഉണ്ടാവാത്തത്? കാർ ഞാൻ മേടിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള കാർ അല്ലാത്തതുകൊണ്ടായിരിക്കും i10 ആണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയ കാര്യമാണ്. മേ ബി വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങളിൽ. എനിക്ക് അങ്ങനെ ഭയങ്കര അടിപൊളി കാർ അങ്ങനെ വേണമെന്നില്ല. വീടാണെങ്കിലും ഒരു ഇതിൽ വെച്ചാൽ 3 BHK ആണ്, പ്ലസ് നമ്മൾ സ്റ്റുഡിയോയും അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വീട്ടിൻ്റെ കാര്യത്തിൽ. അതൊക്കെ ഇങ്ങനെ പതിയെ നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാം കേട്ടോ. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. എനിക്കിത് മെയിനായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴൊരു സന്തോഷം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, എന്താ ചേച്ചി വീട് വെക്കാത്തത് അങ്ങനെ ചോദിക്കുന്ന കുറച്ച് പേര് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ കമൻസിൽ കാണാറുണ്ട് ഇങ്ങനെ യു ആക്ച്വലി ഡിസേർവ് ഇറ്റ്, കുറച്ചുകൂടി ബെറ്റർ സ്പേസ്. അത് ഞാൻ കൂടുതൽ ഗോവയിൽ താമസിച്ചിരുന്നപ്പോഴാണ് കേട്ടോ കണ്ടിരുന്നത്. അന്ന് നമ്മൾ 2 BHK അല്ലായിരുന്നോ. അപ്പോൾ 2 BHK എന്ന് പറയുമ്പോൾ ഒരു റൂം ഏട്ടൻ, ഒരു റൂം ഞങ്ങളുടെ കോമൺ ബെഡ്റൂം. അപ്പോൾ ഞാൻ ഹാളിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ ഈ തൃശ്ശൂർ വന്നിട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ഷൂട്ടിംഗ് സ്പേസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡിയോ പോലെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം. അതിൽ നിന്ന് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതും എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാം നല്ല രീതിയിൽ തന്നെ ടേൺ ഔട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ കുറേ നാളായി ആലോചിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പ്ലോട്ട് മേടിച്ച് പിന്നെ അതിൻ്റെ പ്ലാനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ കുറച്ച് സമയം എടുത്തു. പ്ലോട്ടിൻ്റെ ഇത് തന്നെ ഉണ്ടല്ലോ, സ്ഥലം തന്നെ നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് ഒരു 10 സെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലത്തിൻ്റെ ഇപ്പം ഞങ്ങളുടെ ഭാഗത്തൊക്കെ അത്യാവശ്യം ഉണ്ട് സ്ഥലത്തിന് വേണം. ഞങ്ങൾ ടൗണിൽ നിന്ന് കുറച്ച് അടുത്താണ് താമസിക്കുന്നത്. അപ്പം അത്ര നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം സ്ഥലം മേടിച്ചു പിന്നെ വീട് വെക്കുമ്പോൾ അത്യാവശ്യം പൈസ ആവുമല്ലോ. അതുകൊണ്ട് കുറച്ചുള്ളിലേക്കാണ്. ഞാൻ ആക്ച്വലി അതിവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഇത് ഓർമ്മയില്ലേ, ഇത് തല തിരിഞ്ഞാവില്ല കാണുന്നുണ്ടാവുക. എപ്പോഴും ഞാനിങ്ങനെ എൻ്റെ ഈ വർഷത്തെ ഗോൾസ് ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ടാണ് കാണിക്കാറ്. അത് എന്താണെന്ന് വെച്ചാൽ ഓൺ ഹോം അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടില്ല. പിന്നെ നമുക്ക്
ചാനലിന്റെ ഇത് നോക്കുകയാണെങ്കിൽ അസ്വി മലയാളം 15 lakh ആവണം എന്നുള്ളതാണ്. അത് അധികം ഇല്ല, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 6000 സബ്സ്ക്രൈബേഴ്സ് സെറ്റ് മതി. അതെന്തായാലും ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയില്ലെങ്കിൽ എന്തായാലും ഒരു ജാനുവരി കൊടുക്കണേ ആവും. പിന്നെ അസ്വി വ്ളോഗ്സ് 3 lakh, അതിന് എനിക്ക് തോന്നുന്നു 2000 സബ്സ്ക്രൈബേഴ്സ് സെറ്റ് മതി. അതും ആയിട്ടുണ്ട്. യോഗ പഠിക്കുന്നുണ്ട്, 5 പുള്ളപ്പായി. തെറപ്പി പോയായിരുന്നു, കണ്ടിന്യൂ ചെയ്തില്ല, എന്നാലും പോയി. അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ്. പിന്നെ 75 days ചാലഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ചെയ്തു. നമ്മള് അമ്മയുടെ കൂടെ ട്രിപ്പ് പോയി. iPhone 17 മേടിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പൈസ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എടുത്തിങ്ങനെ കുറേ പേര് പറയാണ്ട് ഞാൻ എന്തൊരു പിശിക്കുക, പൈസ കിട്ടുന്നില്ലേ, ചെലവാക്കിക്കൂടെ, അങ്ങനെ. അത് എനിക്കറിയില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന്. ഓരോരുത്തർ വളരുന്ന രീതിയും അതേപോലെ ഓരോരുത്തർക്ക് കിട്ടുന്ന പൈസയ്ക്ക് വ്യത്യാസം. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ കുമിഞ്ഞു കൂടി കിട്ടണമെന്നില്ല, അത് വേറെ കാര്യം. അതിനെക്കാട്ടും കൂടുതലും എനിക്ക് ചിലവാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം കേട്ടോ. അതും ആക്ച്വലി നിങ്ങൾ എന്നെ കണ്ടിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ നിങ്ങൾ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ അമ്മ ഇപ്പോഴും, അമ്മ റേഷൻ കടയിൽ പോയിട്ട് അമ്മ 2 കയ്യിലും ഇങ്ങനെ ഇത്രയും കിലോ അരി മേടിച്ചിങ്ങനെ നടന്നു വരും. ഞാൻ പറയാം, എൻ്റെ പൊന്നമ്മ, ഡോണ്ട് ഡൂ ദിസ്. ഒന്നില്ലെങ്കിൽ നമ്മൾ വന്ന് പിക്ക് ചെയ്യും. ആദ്യം ഞാൻ പോവാറുണ്ട് കേട്ടോ അമ്മയുടെ റേഷൻ കടയിൽ. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ പോയി നിൽക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. കാരണം ഒത്തിരി ടൈം പോവില്ലേ ക്യൂ ഒക്കെ നിൽക്കുക. അപ്പോൾ അമ്മ പറയും, നീ വരണ്ട, നീ ജോലി ചെയ്തോ, വരണ്ടെന്ന് പറയും. പക്ഷെ പിക്ക് ചെയ്യാൻ വരാമല്ലോ. പക്ഷെ അമ്മ പറയണം, വേണ്ട, അമ്മയ്ക്ക് അതാ ഇഷ്ടം, അപ്പൊ ഞാൻ ഓട്ടോ വിളിച്ചു വന്നാൽ മതി. അപ്പൊ അത്ര പിശിക്കാണ് എൻ്റെ അമ്മ, അങ്ങനത്തെ. പിന്നെ എൻ്റെ ഹസ്ബൻഡാണെങ്കിലും വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ, അത് ആൾക്ക് പിശുക്കിൻ്റെ അല്ല കേട്ടോ, കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയാറില്ലേ, വർഷത്തിൽ ഒരു 3-4 ഡ്രസ്സേ മേടിക്കുള്ളൂ. ആ വർഷം അത് ഫുള്ളി യൂസ് ചെയ്ത് പിന്നെ അടുത്ത വർഷമാണ് ആള് മേടിക്കുക. ഇടയിൽ ഞാൻ മേടിച്ചു കൊടുത്താലേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ആളുകളാണ് എൻ്റെ ഇടയിൽ. അപ്പം എൻ്റെ ഒരു സ്വഭാവം ശരിക്കും പറഞ്ഞാൽ ബാക്കി എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ ഒരു ദൂർത്തുകാരിയാണ്. പക്ഷെ പുറമേ നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യം പിശുക്കൊന്നുമില്ലടാ. ഞാൻ പക്ഷെ ഇത്തിരി ആലോചിക്കുന്നേ ഉള്ളൂ, അനാവശ്യമായിട്ട് കൊണ്ട് കളയാറില്ല. പക്ഷെ എൻ്റെ സന്തോഷങ്ങൾക്കൊക്കെ ഞാൻ അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടമുള്ളത് വേണം തോന്നിയാൽ, ബാഗ് ഇഷ്ടമുള്ളത് വേണം, അങ്ങനത്തെ എന്ത് സാധനം എനിക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കാണ്ട് ഓർഡർ ചെയ്യാറുണ്ട്. പിന്നെ ലൂയി വിത്തോണൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിയർ ഫ്യൂച്ചറിൽ ഞാൻ മേടിക്കും. കാരണം 1 ലക്ഷമൊക്കെ കൊടുത്തൊരു ബാഗ് മേടിക്കാൻ മേ ബി എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് ഉള്ളത്, അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ക്രൗഡിലാണ് അത് ഉള്ളത്. നമ്മുടെ ജോലി അങ്ങനെയാണ്. പക്ഷെ ഞാൻ ചെയ്യില്ല. എനിക്ക് പേഴ്സണലി അതിലൊരു സന്തോഷം തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലി ട്രിപ്പായിട്ട് സിംഗപ്പൂർ പോയി. ഡാൻസ് പഠിക്കണം എന്നുണ്ടായിരുന്നു, അത് നടന്നില്ല. ഡ്രൈവിങ്, നിങ്ങൾ എന്നെ തല്ലൂ പ്ലീസ്. ഇതുവരെ ഞാൻ പോയില്ലടാ, ഞാൻ കാറ് മേടിച്ചില്ലേ, ഡ്രൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതാ, എന്നിട്ടും ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട് ആ കാര്യത്തിൽ. എന്താണ് എന്നെ ഇത്രയും അതിൽ പിൻവലിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം കുറച്ച് ട്രോമ ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് വേറെ വണ്ടി ഇടിച്ച് ആ വണ്ടി കുഴിയിലേക്കകത്ത് പോയി പിന്നെ ക്രെയിനോടൊക്കെ പൊക്കിയെടുത്ത്, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കണം. പക്ഷെ എന്തായാലും പഠിക്കും. നിങ്ങളൊന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്യോ. അടുത്ത് എല്ലാവരും പറയാറുണ്ട് സിമ്പിൾ സാധനം. എസ്പെഷ്യലി ഞാൻ 2 വീലറൊക്കെ ഓടിച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ 18ാമത്തെ വയസ്സിൽ തന്നെ ഓടിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്, സ്ഥിരമായിട്ട് എടുക്കുന്നതാണ്. വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയുക, ഇപ്പോൾ കാറാണെങ്കിലും എനിക്ക് എവിടെ പോകണമെങ്കിലും ഒന്നില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാവും, അനിയനുണ്ടാവും. ഇനി അവർ 2 പേരും ഇല്ലെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു ഡ്രൈവർ ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ വിളിച്ചാലും ആ ചേട്ടൻ അല്ലെങ്കിൽ ആ ചേട്ടൻ്റെ കൂടെയുള്ള ആരെങ്കിലും വിടും. എപ്പോൾ കൊച്ചിയിലേക്ക് പോകണമെങ്കിലും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കൺവീനിയൻ്റ് ആയി എൻ്റെ ലൈഫ് പണ്ടത്തെക്കാളും. അപ്പോൾ അതാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്നുവെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ഒരാളെയും ഒരു സഹായത്തിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള പൈസ ഇല്ല നമ്മുടെ കയ്യിൽ. പക്ഷെ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും തോറും നമ്മൾ കുറച്ചിങ്ങനെ കംഫർട്ടബിൾ ആയിട്ടേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പോലെ ചെയ്യണില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെയുള്ളത് ബിസിനസ്സാണ് കേട്ടോ. ബിസിനസ് ഹോപ്പ്ഫുള്ളി ദിസ് ഇയർ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ കുറേ നാളായി ഞാൻ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണു. യൂട്യൂബ് തുടങ്ങണ പോലെ ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിർബന്ധമുണ്ട് യൂട്യൂബിൽ നിന്ന് ഞാനിപ്പോൾ ചെയ്യുന്നതിന് ഒരു പൊടിക്ക് പോലും എൻ്റെ വർക്ക് കുറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പം ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു ദിവസം എടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് ഞാൻ വർക്ക് കട്ട് ചെയ്തിട്ട് ബിസിനസ്സിന് വേണ്ടി പ്ലാൻ ചെയ്യില്ല. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു എത്തിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഈ വർഷം തന്നെ എന്തായാലും ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഡിസംബറാണ്, ഇത് നവംബർ പകുതിയായില്ല. അപ്പം എന്തായാലും ഡിസംബറിൽ ഉണ്ടാവും ഈ വർഷം. അപ്പം ഇതും ടിക്ക് ചെയ്യാൻ പറ്റും. ഡ്രൈവിങ്ങും എന്തായാലും ഈ വർഷം തന്നെ
ഈ വർഷം എന്തായാലും പഠിക്കുന്നത് എൻ്റെ ഇമ്മക്കുട്ടി എപ്പോഴും ചോദിക്കും. അപ്പോൾ അതും എന്തായാലും ചെയ്യണ്ട. സ്വിമ്മിങ്ങും ഇതൊക്കെ വിട്ടു ഞാൻ, ഡാൻസ് ഒക്കെ വിട്ടു. പിന്നെ സോളോ ട്രിപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ വർഷം എനിക്ക് പോകാൻ പറ്റാഞ്ഞ്. അപ്പോൾ അതും അടുത്ത വർഷത്തേക്ക് നമുക്ക് നോക്കാം. എന്തായാലും ഞാനൊരു റൗണ്ട് അപ്പ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം. ലവ് യു സോ മച്ച്. ബൈ.